ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? റോമാലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ച ഒരു യുവാവ് ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചു. ഒരാൺകുഞ്ഞ്. അവനു വേണ്ടി തുടർ ജീവിതം മുഴുവനും മാറ്റിവെച്ചു. അവനെ പഠിപ്പിച്ചു, ഉന്നത നിലവാരത്തിലെത്തിച്ചു, വിവാഹിതനായി. എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി ക്രമേണ ആ പിതാവ് പുറന്തള്ളപ്പെട്ടു, വീട്ടിൽ നിന്ന് പുറത്താക്കി. എങ്കിലും ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്താൽ ആ പിതാവ് സമാധാനം കൈവെടിഞ്ഞില്ല. എന്നാൽ ഈ മകൻ ധൂർത്തനായി എല്ലാം നശിച്ചു. അവസാനം ഒരു നവീകരണ ധ്യാനത്തിലൂടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ മകൻ യഥാർത്ഥത്തിൽ ഒരു യേശു ശിഷ്യനായി മാറുകയായിരുന്നു. സഹനം എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും, പാളിച്ചകൾ ഉണ്ടായാലും, തെറ്റുകൾ സംഭവിച്ചാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നത് മറക്കരുത്. നിരാശയല്ല, പ്രത്യാശയിലേക്ക് കടന്നു വരാൻ ഈ സന്ദേശം അനേകർക്ക് ഉപകരിക്കട്ടെ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നാം നഷ്ടപ്പെടുത്തിയാലും ദൈവം നമ്മെ കാത്തിരിക്കും. ദൈവത്തിൻ്റെ കൃപ എല്ലാ വ്യക്തികളിലും നിറയട്ടെ, സമാധാനം നിറയട്ടെ, കുടുംബങ്ങൾ ഐശ്വര്യപൂർണമാകട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കൈകൾ കൂപ്പാം. ആമേൻ.